അതുകൊണ്ട് തന്നെയാ നീ ആ കൃഷി ഓഫീസറെ വേണ്ടാന്ന് വെക്കുന്നത്. ഈ ദീപൻ എന്ന് പറയുന്ന ആളെ എന്നാ ഞാൻ കണ്ടു തുടങ്ങിയത്? ഈ സംഭവങ്ങളൊക്കെ എന്നാ ഉണ്ടായത്? അതിനു മുമ്പ് തന്നെ ഞാൻ അരുൺ സാറുമായിട്ടുള്ള വിവാഹം വേണ്ടാന്ന് പറഞ്ഞതാ. ഏതെങ്കിലും ഒരു മൂലയില് ഒതുങ്ങിക്കൂടണമെന്നേ ഉള്ളൂ എനിക്ക്. പക്ഷെ അപ്പോഴും സമാധാനത്തോടെ കഴിയാൻ പറ്റണം. ഇവിടെ ഞങ്ങൾക്കിപ്പോ ഒരു കുറവുമില്ല. ഭയം കാരണം നീ ഇപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്നു. എന്നാ ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമില്ല. പിന്നെ മറ്റു മാർഗമില്ലാത്തോണ്ടാ കടിച്ചു തൂങ്ങുന്നത്. ഇത്രയൊക്കെ ജീവിച്ചത് തന്നെ പുണ്യമാണെന്ന് പറഞ്ഞ് നടക്കുന്നവൾക്ക് നിന്റെയൊക്കെ ഭാവി ഇല്ലാതാക്കിയിട്ട് ഒന്നും നേടാനില്ലെന്നാ പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ ഒരു സത്യം വെളിപ്പെടുത്തിയിരുന്നു. നിന്റെ ശത്രു നീ തന്നെ. നീ ചെയ്ത പാപങ്ങൾക്കുള്ള തിരിച്ചടിയാ ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനാരെ നീ പഴിക്കണ്ട. ഇതിപ്പോ ചില ആണുങ്ങളെ പോലെ അവനും. ഭാര്യമാരുടെ വഴിവിട്ട ബന്ധം ലോകത്തെല്ലാവരും അറിയും, ഭർത്താവ് ഒഴിച്ചെല്ലാവരും. അതിന് നമ്മുടെ മോള് വഴിവിട്ട് ജീവിക്കുകയാണോ? കല്യാണത്തിന് മുൻപ് പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള പ്രേമങ്ങളൊക്കെ ഉണ്ടാവും. എന്നാ നീതി എന്ന് ദീപിനോട് പറയടി. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറിയിച്ചേക്കണം. അതോടെ ഈ നാടിനെ മറക്കാനാ, വീടിനെ. എന്നിട്ട് വേണം എവിടെയെങ്കിലും പോയി എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ? അല്ല, സത്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. എനിക്കത് മതി. ഭാര്യയും മോളും ചത്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കണം. എന്തെല്ലാം പണി ചെയ്തിട്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. അതിന്റെ ഗുണം മുഴുവൻ അനുഭവിച്ചത് നമ്മുടെ മോളാ. എന്നിട്ട് അവൾ അഹങ്കാരം കാണിച്ചു. മക്കൾക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങൾ കൊടുത്താലേ അവര് കാരണം അച്ഛനമ്മമാർക്ക് നെട്ടോട്ടം ഓടേണ്ടി വരും. പല സത്യസന്ധരായ രാഷ്ട്രീയക്കാരും വയസ്സാം കാലത്ത് ഉണ്ടാക്കി വെച്ച പേരും പെരുമയും എല്ലാം കളഞ്ഞു കുളിക്കുന്നത് ഇതുപോലുള്ള തലതിരിഞ്ഞ സന്തതികൾ കാരണമാ. തലയിലെഴുത്ത് തന്തയും തള്ളയും വിചാരിച്ച നന്നാക്കാൻ പറ്റുമോടി? നമുക്കൊന്ന് നമ്മുടെ മോളുടെ അടുത്ത് വരെ പോകാം. അവക്ക് ധൈര്യം കൊടുക്കാം. കുറച്ച് കഴിയട്ടെ. അവിടെ ചെന്നാലേ ടൺ കണക്കിന് ഭാരവാ അവള് നമ്മുടെ നെഞ്ചിലോട്ട് എടുത്തു വെച്ച് തരുന്നത്. അതിന്റെ ശ്വാസമുട്ടൽ ഒരുപാടാ. കണ്ണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാർത്തൊന്നും പറയാതിരിക്കുമായിരുന്നോ? കണ്ണേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തതിന് ഞാൻ സമാധാനിക്കുവാ. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കാർത്തൂന് ബാക്കി കൂടി പറഞ്ഞാലെന്താ? അപ്രിയ സത്യങ്ങള് പറയാൻ പാടില്ല എടുത്തി. ഇരുട്ടി വ്യാപിച്ചു. ആ വീടിന്റെ വെളിച്ചമായിരുന്ന ആള് ഇപ്പൊ കാരാഗ്രഹത്തിലാ. പവിത്രയ്ക്ക് കാർത്തൂനെയും മോളെയും കൊണ്ട് എവിടേക്കെങ്കിലും മാറാൻ കഴിയുമായിരുന്നെങ്കിൽ മാറാൻ തന്നെ ഞാൻ പറയുമായിരുന്നു. അവളുടെ സൗജന്യത്തിൽ അവിടെ കഴിയാത്തതാ നല്ലത്. ഉണ്ണിക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കാർത്തൂനെ വേണ്ടാന്ന് തോന്നിയെങ്കിൽ എത്രയോ നല്ല പെൺകുട്ടികള് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ. ഇനിയിപ്പൊ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടേട്ടാ. അവന്റെ വിധി അതായിരുന്നു. ഇങ്ങനൊരു സംഭവമാണ് കാർത്തു ഉള്ളിക്കൊണ്ട് നടന്നതെന്ന് എനിക്കറിയാം. എന്നാ അത് ഇത്രത്തോളം വലുതായിരിക്കുമെന്ന് കരുതിയില്ല. അരുൺ സാറ് തന്നെ അതേത് പാതിരാക്കി ഞാൻ പറയും. പാടത്തെ ചേറിൽ കുളിച്ച് നിൽക്കുമ്പോഴും കണ്ണൻ ഉണ്ണിയുടെ ദേഹത്തൊരു പൊടി വീഴാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. 10-15 വയസ്സ് പ്രായത്തില് അച്ഛനമ്മമാരുടെ തണലില് കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കും. എന്നാ ആ പ്രായം മുതല് അനിയന് തണലായിരുന്നു ഏട്ടൻ. പണിക്കാരൊക്കെ പറമ്പിന്നും പാടത്തിന്നും കയറിയാലും 1.5-3 മണിക്കൂർ സമയം കൂടെ കണ്ണൻ കുത്തിക്കളിച്ചോണ്ട് നിൽക്കും. അവനൊരു ഡോക്ടർ ആവണം പപ്പ, എന്നിട്ട് വേണം എനിക്ക് മുൻവശത്തെ ചാരുകസേരയിൽ ചാഞ്ഞൊന്ന് കിടക്കാനെന്നും പറഞ്ഞു. എന്നിട്ട് അവൻ ഡോക്ടറായി വന്നപ്പോ കിടപ്പ് ചാരുകസേരയല്ല, ജയിലിലായി പോയി. അതാ പോവാത്തത്.
കടയും കണ്ണീ ചോരയില്ലാത്ത കരണം വിലയ്ക്ക് വാങ്ങി. അല്ലെങ്കിൽ നമുക്ക് കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് പവിത്ര ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. നന്ദി കാണിക്കേണ്ട സമയം വന്നപ്പോ എന്റെ വീട്ടിലൊരുത്തി യുദ്ധം തുടങ്ങി. എങ്കിലും പവിത്രയും മോളും കാർത്തുമൊക്കെ വീട് വിട്ടിറങ്ങിയ പിന്നെ ഞാൻ അവരുടെ എതിർപ്പൊന്നും നോക്കില്ല. നയനെ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാ എന്റെ കൂട്ടുകാരന്റെ കുടുംബവും. ഞങ്ങൾ വന്നപ്പോ മുതൽ പവിത്രയെ തിരക്കുക. എവിടെ പോയതായിരുന്നു? പോയത് എങ്ങോട്ടെങ്കിലും ആവട്ടെ. എന്തായാലും എനിക്ക് എന്നെ കുറിച്ച് ഇപ്പൊ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഷാപ്പിൽ കറിവെക്കുന്ന ഒരാള് വളർത്തിയ മോളാ. എങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷവും അന്തസ്സിന് യോജിക്കാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കണ്ണേട്ടന്റെ ഭാര്യ ആയതിനു ശേഷം ഭർത്താവ് പറയുന്നത് കേട്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്നോളാം ഞാൻ. കണ്ണേട്ടൻ ജയിലിൽ പോയ ശേഷം ഇവിടേക്ക് വന്ന പപ്പേട്ടനെ ചേർത്ത് ഇവിടെ നിങ്ങളൊക്കെ പല കഥകളും ഉണ്ടാക്കി. പപ്പേട്ടന്റെ നയനയ്ക്ക് പോലും ഇപ്പൊ എന്നെ സംശയമാ. മനസ്സിലായല്ലോ? പപ്പന് പിന്നാലെ ഇവളെ അറിയിച്ചു മറ്റവളെല്ലാം. പാമ്പിന് പാല് കൊടുത്ത തിരിച്ചു കടിക്കും. ഇനി ദീപനെയും ഇവളുമാരെല്ലാം അറിയിക്കുമായിരിക്കും. അങ്ങനെ വന്നാ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവളുമാർക്ക് ഞാൻ വിഷം വിളമ്പും. എല്ലാം പെടഞ്ഞു തീരുന്നത് കണ്ടിട്ടേ നമ്മൾ തീരൂ. മനസ്സിലായല്ലോ? പപ്പന് പിന്നാലെ ഇവളെ അറിയിച്ചു മറ്റവളെല്ലാം. പാമ്പിന് പാല് കൊടുത്ത തിരിച്ചു കടിക്കും. ഇനി ദീപനെയും ഇവളുമാരെല്ലാം അറിയിക്കുമായിരിക്കും. അങ്ങനെ വന്നാ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവളുമാർക്ക് ഞാൻ വിഷം വിളമ്പും. എല്ലാം പെടഞ്ഞു തീരുന്നത് കണ്ടിട്ടേ നമ്മൾ തീരൂ. കുടിക്കാ പോലെ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കും. എങ്ങനെ കഴിഞ്ഞൊരു വീടായിരുന്നു. കള്ളവും ചതിയൊന്നും ആർക്കും ഇല്ലായിരുന്നു. അനിയനെ ഡോക്ടറാക്കാൻ ചേട്ടൻ ആഗ്രഹിച്ചതാ കണ്ണേട്ടന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒരു സാധാരണ ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു ഉണ്ണിയെങ്കിൽ വിജിതയും അവളുടെ വീട്ടുകാരും അവനെ ആഗ്രഹിക്കില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ജയിലിൽ നിന്ന് മടങ്ങി വന്നപ്പോ ദീപൻ തന്നെ വിജിതയെ കെട്ടിയനെ. അങ്ങനെ ഒരുത്തിയെ ഈ പറയുന്ന ദീപനെ കെട്ടാതിരിക്കുന്നല്ലേ ഏടത്തി നല്ലത്. ശരിക്കും അവളൊരു കൊലയാളിയാ. അറിഞ്ഞു കാണുമല്ലോ ഏടത്തിയല്ല. അവള് ചെയ്ത തെറ്റിനാ ദീപൻ ജയിലിലേക്ക് പോയത്. ഒക്ടോബർ 25-ന് അവള് ദീപനെ കല്യാണം കഴിക്കാൻ പോകും. പേര് എനിക്കെതിരെ സാക്ഷി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉടനെ ജാമ്യം കിട്ടുമെന്ന് അറിയില്ല. അതുപോലല്ലേ പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇനി ജാമ്യം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഒറ്റയ്ക്കല്ലേ വന്നത്. വേഗം വീട്ടിലെത്താൻ നോക്ക്. നീ അധികം സമയം കളയണ്ട. എന്ത് സംഭവിച്ചാലും ശരി, ഈ തറവാടിപ്പ എന്റെ പേരില. അതുകൊണ്ട് ഇവിടെ നിന്ന് ആർക്കും എന്നെ വെളിയിൽ ചാടിക്കാൻ പറ്റില്ല. ഞാനിതൊക്കെ അറിഞ്ഞാലും നിനക്കൊരു ദോഷവും ഇല്ല. എന്നാ അതുപോലെയല്ല ഉണ്ണേട്ടനും കണ്ണേട്ടനും അറിഞ്ഞ അവർക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്നാ അവരെ കൂടെ നീ ഇത് അറിയിക്ക്. ഇനി അവരെ മാത്രമായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? ഒരാളുടെ ഭാര്യയായിരുന്നിട്ട് കാമുകനൊപ്പം ചുറ്റിത്തിരിയാൻ നിന്നെപ്പോലെ അപൂർവം ചില പെൺകുട്ടികൾക്ക് കഴിയും. നിന്നോട് കഥകൾ പറഞ്ഞു തന്നവര് എന്റെ ഗതികേടിനെ പറ്റി പറഞ്ഞില്ലേടി? ഞാൻ എന്തുകൊണ്ടാ ഭയത്തോടെ ഇങ്ങനെ ഓടി നടക്കുന്നെന്ന് പറഞ്ഞില്ലേടി? നീ ഒരാളെ അല്ല 2 പേരെ ചതിച്ചു. നീ അയാൾക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. അല്ലാതെ അയാള് ജയിലിൽ കിടക്കുന്ന തക്കം നോക്കി ഉണ്ണിയേട്ടനെ വഞ്ചിക്കായിരുന്നില്ല വേണ്ടത്. നിന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാ. നീ ആയിരിക്കുവേടി ദീപനോട് സത്യങ്ങൾ പറയുന്നത്, ഉണ്ണേട്ടനോടും. അല്ലാതെ അവരാരും ഒന്നും അറിയില്ലേ?
നിന്റെയും ദീപന്റെയും കല്യാണം എന്നാ? ഒക്ടോബർ 25. വഴക്കിന് വരരുത്. എന്താ മോളെ ഇതൊക്കെ? അവള് കിടന്ന് ചാടിക്കോട്ടെ അപ്പച്ചി. എങ്കിലും മോളുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് മോളോട് ചാകാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് ചാകേണ്ടി വന്ന അതിനു മുമ്പ് കൊന്നിരിക്കും ഞാൻ അവളെ. എല്ലാം നഷ്ടപ്പെട്ടവനാ ദീപൻ. അവൻ ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയായിരുന്നു വിജിത. അതും അസ്തമിച്ച സ്ഥിതിക്ക് ഇനി വിജിത ജീവിക്കണമെങ്കിൽ ദീപം മരിക്കണം. വിജിതയുടെ കാര്യം ഓർത്തിട്ടല്ല, ഉണ്ണിയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടം. കർമ്മഫലം അത് ആരായാലും അനുഭവിച്ചേ പറ്റു പവിത്രടുത്തി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണേട്ടൻ ഉണ്ണിക്ക് ദൈവം തന്നെയായിരുന്നു. എന്നാൽ ആ ദൈവത്തെ അവൻ നിന്ദിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെ വന്നേ മതിയാവൂ. കാർത്തു ഇപ്പൊ വിജിതയുടെ കണ്ണിലെ കരട്. ആ കുട്ടി എല്ലാവരോടും എല്ലാം പറഞ്ഞു എന്ന ചിന്തയില അവള്. അതുകൊണ്ട് സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് അറിയുമ്പോ അവള് കാർത്തൂന് എന്തെങ്കിലും ചെയ്യുമെന്നാ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊന്ന് ഒന്നിപ്പിച്ചൂടെ? എനിക്കൊരു അടുത്തുണ്ട്, സ്വന്തം അപ്പച്ചിയുടെ മോള. വിവാഹം കഴിഞ്ഞു വന്ന ശേഷം അമ്മയ്ക്ക് അടുക്കളപ്പണി കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു പെൺകുട്ടിയെ തേടുന്നത്. വീടിന്റെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു പെൺകുട്ടി, അതെനിക്ക് വേണ്ടത്. രണ്ടു കൂട്ടർക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവും. ഞങ്ങളുടെ സംസാരത്തിനിടയിലൊക്കെ ഈ വിഷയം കടന്നു വരുന്നുണ്ട്. സാറിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഇനി സാറിന്റെ ആവശ്യവും കാർത്തു അംഗീകരിക്കും. തക്കതായ തിരിച്ചടികൾ കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ഇതുപോലൊരു സാഹചര്യം ഒരുക്കിയത്. ഇനി നിങ്ങളൊന്നും ഭയക്കണ്ട. കരുണനെ മകളൻ അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എനിക്കൊന്നും പറയാനില്ല. കഴിയുമെങ്കിൽ അവളെ മറന്നിട്ട് ഇനിയുള്ള ജീവിതം ശാന്തമായി ജീവിക്കാൻ നോക്ക്. എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരു പെൺകുട്ടിക്കൊപ്പം. പാവങ്ങളാ, പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അവരെ വിധവയെ പോലെ. നീ എന്നെ കാത്തിരിക്കില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഞാൻ വരുമ്പോ പുറത്തേക്ക് ഇറങ്ങി വരാൻ നിനക്ക് എന്താ അത്ര പ്രയാസം? എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് ദീപേട്ട. നിന്നെ കണ്ടില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഒരു മനസമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദേ അങ്ങെത്തി. നീ ഇറങ്ങി വരാതിരിക്കരുത്. വരാതിരുന്നാ ഞാൻ കേറി വരും അകത്തേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. ശരി എന്നാ. ഹലോ ഹലോ, കൊച്ചിനെ എത്രയും പെട്ടെന്ന് കെട്ട് സാറേ. അങ്ങനെയുള്ള പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസമാ. എന്നെ ഇഷ്ടമാണ് അവൾക്ക്. എന്നാ ദാമ്പത്യ ജീവിതത്തെ ഭയക്കുന്നു. അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്ന അത് എന്റെ മോശം കാലമായി പോകുന്നു സംശയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ സാറേ, അതൊക്കെ ആ കുട്ടിയുടെ ഉള്ളിലെ നന്മ കൊണ്ട് തോന്നുന്നതാ. ആ നന്മ വേണം നമ്മൾ സ്നേഹിക്കാൻ. ഞാൻ പോയിട്ട് വരാം. അവൾ ഉറങ്ങിക്കാണത്തില്ല.
അടുത്ത എന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ പോലെ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ശരിക്കും കല്യാണം കഴിഞ്ഞോടി? എന്താ അത് കേട്ടപ്പോ നിനക്കൊരു ഭയം? എനിക്ക് ഭയമല്ല, ദേഷ്യ. എത്ര സ്നേഹിച്ചാലും ചിലരുടെ കാര്യം ഇങ്ങനെയാ, മനസ്സിലാവില്ല. ഇനി മനസ്സിലായല്ലോ, അതൊട്ട് പുറത്ത് കാണിക്കത്തുമില്ല. മനസ്സിലിട്ടുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എന്റെ മനസ്സിലായാലില്ലല്ലോ. മൊത്തത്തില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് നീയൊരു അമ്മയായെന്ന വാർത്ത ഞാൻ കേൾക്കേണ്ടി വരുമോടി? എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? സ്നേഹിക്കുന്ന പെണ്ണ് ശത്രുവിന്റെ പാളയത്തിലാകുമ്പോ അറിയാതെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോടി. നമുക്കൊരു നൈറ്റ് റൈഡിങ്ങിന് പോയാലോ? പാടത്തിന്റെ നടുവിലൂടെയുള്ള യാത്ര രസകരമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ശക്തമായി മഴ പെയ്യുന്നുണ്ട്. പെയ്യട്ടടി. ശക്തമായ മഴയത്ത് പറ്റിച്ചേർന്നിരുന്ന് യാത്ര ചെയ്യുന്നത് വിവാഹശേഷം ഓർക്കാൻ നല്ല സുഖമുള്ള അനുഭവമായിരിക്കും. ഇന്ന് രാത്രി വേണ്ട ദീപേട്ട. അപ്പോ നാളെ രാത്രി ആകാമെന്ന്. നമ്മുടെ വിവാഹത്തിന് ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്ത് വേണേലും ആവാം. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ യാത്ര ചെയ്യാം. വിവാഹം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കൊടൈക്കനാലിലേക്ക് പോണം. ആത്മഹത്യാ മുനമ്പുകൾ ഒരുപാടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്. അതിനോട് ചേർന്ന് വിശാലമായൊരു സെമിത്തേരിയം അല്ലേ? അതെ. അവിടെ പോയി കുറച്ചു സമയം ഇരിക്കണം. എന്തൊക്കെയാ ദീപേട്ടനി പറയുന്നേ? ഒരുത്തെ കൊന്നില്ലേ, ഒരു നിരപരാധി നീ. അവളുടെ ആത്മാവ് ആ പരിസരത്തൊക്കെ കാണും. ഉറങ്ങിക്കോ. പൊയ്ക്കോടി. ശവപ്പറമ്പാടി ഇനി നിന്റെ ജീവിതം. ഇറങ്ങി ഉമ്മറത്ത് എന്തൊക്കെയോ അടക്കി പിടിച്ച സംസാരം കിട്ടും. മറഞ്ഞു നിന്ന് ഞാൻ നോക്കുമ്പോ പപ്പനും പവിത്രേട്ടത്തിയോ. അവരെന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് പപ്പൻ പവിത്രേട്ടത്തിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ടാ പോയത്. എന്റെ സർവാംഗവും തളർന്നു പോയി ഉണ്ണേട്ടാ. അയാള് പോയോ? ഉറപ്പില്ല. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ പവിത്രേട്ടത്തിയും പിന്നാലെ പോയി. ഇനി യാത്രയാക്കാനാണോ മറ്റെന്തെങ്കിലും ആണോ മനസ്സിലെന്ന്. ദേവി ദേഹത്ത് കയറുന്നും പറഞ്ഞ് നീ മാറിയത്. എന്റെ കണ്ണേട്ടനെ വഞ്ചിക്കുന്ന അവര് ഇനി ഇവിടെ കഴിയണമെന്ന് എനിക്കില്ല. അതേതു മാർഗത്തിലൂടെ ആയാലും അവരെയും കാർത്തു എന്ന ആ നിഷേധിയും പുറത്താക്കണം. അതിന് ഞാൻ ഇനി നിന്റെ കൂടെ നിൽക്കൂ. അങ്ങനെ നിഷ്കരണം അവരെ പുറത്താക്കുമ്പോഴും നമ്മൾ കണ്ണേട്ടിനെ പറ്റി ഓർക്കണ്ടേ? ആ മുഖം ഓർക്കണ്ടേ ഉണ്ണിയേട്ടാ? ഇങ്ങനെയുള്ള ഒരുത്തിക്കൊപ്പം ജയിലിൽ നിന്ന് വരുന്ന കണ്ണേട്ടൻ എന്തിനാ ജീവിക്കുന്നത്? ഞാനൊരു വഴക്കിനുമില്ല. അവരായി അവരുടെ പാടായി. നമ്മളല്ല ഉണ്ണിയേട്ടാ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്.
മോളിലുള്ള ആളാ. അവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാ എന്റെ കണ്ണേട്ടൻ ജയിലിൽ പോയത്. കുട്ടിക്കാലം മുതൽ കണ്ണേട്ടൻ നിന്നെ മടിയിലിരുത്തി ചെവിയിൽ ഓതി തന്ന ഉപദേശങ്ങൾ ഓർക്കുന്നുണ്ടോ? എവിടെ ഓർക്കാനാ? അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ അടിമുടി മാറാല കയറി ഒരുത്തിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നല്ലോ. മോദി നിർത്ത്. മാറാലയും മാലിന്യം ഒക്കെ ആരുടെ ശരീരത്തിലും മനസ്സിലോ കൂടുതലെന്ന് അറിയാം. പിന്നെ അതിനെപ്പറ്റിയൊന്നും പറയണ്ട. ദയവ് ചെയ്ത് ഏടത്തി പൂജാമുറിയിൽ കയറി വിളക്ക് തെളിയിക്കാതിരുന്നാൽ നന്ന്. എന്നിട്ട് പോവാൻ മനസ്സില്ല. എന്താ അങ്ങനെ പോവാത്തെ? വീട് വിട്ടു പോവാൻ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഉണ്ണിയേട്ടാ, വെറുതെ ഉണ്ണിയേട്ടൻ എന്തിനാ വായിട്ടലയ്ക്കുന്നേ? അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാ പ്രയോജനമുള്ള ആള് തന്നെ വന്നല്ലോ. ദേ, എന്റെ കൈ കൊണ്ട് ചായ കൊടുക്കണ്ടാന്ന് നീ തന്നെ കൊടുത്താട്ടെ. ഇനി എന്ന് രാവിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കി വെക്കാം. നീ തന്നെ വന്നെടുത്ത് കൊടുക്ക്. ഏടത്തി, ഞാൻ ഇപ്പോഴീ വിളിച്ച ഏടത്തി എന്നുള്ള വിളിയുണ്ടല്ലോ, ആ വിളി നിങ്ങളായിട്ട് അവസാനിപ്പിക്കരുത്. വേണ്ട, അങ്ങനെ വിളിക്കണ്ട. പവിത്രയെന്നോ എടിയെന്നോ എന്നൊക്കെ വിളിച്ചോ. അതിൽ എനിക്ക് ഒരു വിഷമമില്ല, ഒരു സങ്കടവും. ഇന്നലെ രാത്രി അവൻ ഇവിടെ വന്നിരുന്നോടി. നീ എന്തോന്നും മിണ്ടാത്തത്? ആരും ഇവിടെ വന്നിട്ടില്ല. പിന്നെ അതിന് മറുപടി പറയേണ്ട കാര്യം എന്താ? എല്ലാത്തിനും മറുപടി പറയേണ്ട ഒരു ദിവസം വരും. നീ കരുതിയിരുന്നു. നിന്റെ ദേഹത്ത് വീണ മാലിന്യം മറ്റുള്ളവരുടെ ദേഹത്തേക്ക് വാരി വിതറാൻ ശ്രമിച്ച ഞാനത് സഹിക്കില്ല. എന്നെ നീ എന്ത് വേണേലും പറഞ്ഞോ. എന്റെ പവിത്രടുത്തെ ദുഷിച്ച പിന്നെ പവിത്രടുത്തെ ആയിരിക്കില്ല, ഞാനായിരിക്കും മൂടി വെച്ചതെല്ലാം വിളിച്ചു കൂവുന്നത്. അപ്പോഴും ഉണ്ണി പറഞ്ഞത് മോള് കേട്ടില്ലേ? അങ്ങനെയുള്ളവരെ അവന് ചായ കൊണ്ട് കൊടുത്താ മതിന്ന്. എന്റെ കയ്യിൽ നിന്ന് അവനൊന്നും വേണ്ടെന്ന്. എന്നാ പിന്നെ ഏടത്തെ ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിക്കണ്ട, അവൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. അടുക്കളയിൽ കയറാത്തവള് വെട്ടി കണ്ടിച്ചിടുന്നതൊക്കെ കഴിക്കട്ടെ. എല്ലാം കാലമാക്കിയിട്ട് അത് വിളമ്പി കൊടുക്കാനാണോ പ്രയാസം? അങ്ങനെയുള്ളവര് വെച്ച് വിളമ്പി കൊടുക്കാൻ പറയണം ഭാര്യയോട്. എന്തായാലും ഒന്ന് കരുതിയിരിക്കാം മോളെ. നമുക്ക് ഏത് നിമിഷവും ഇവിടുന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നേക്കാം. ആണ് പോകുന്നതെങ്കിൽ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യണേ ദേവി. അമ്മേ, എന്റെ കണ്ണേട്ടിനെ തിരിച്ചു കൊണ്ടുവന്നൂടെ? എന്റെ കണ്ണേട്ടിനെ എനിക്ക് തന്നോടെ? എന്നാ മനസ്സിൽ കയറിയ ഒരാളെ മറക്കാന്ന് പറഞ്ഞ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല എന്ന് തന്നെ പറയാം. ഈ ലോകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. എന്നാൽ അവരിൽ പലരും ഭാര്യയാകാൻ യോഗ്യത ഇല്ലാത്തവരാ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാനും. എന്റെ ഫ്രണ്ട്സിന്റെ പലരുടെയും വിവാഹ ജീവിതം ഫ്ലോപ്പാ. അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചെന്താന്ന് മനസ്സിലാക്കിയിട്ടാ ഞാൻ നല്ലൊരു പെൺകുട്ടിയെ തേടി നടന്നത്. അറിഞ്ഞോ അറിയാതെയോ കാർത്തു മുന്നിലൊന്ന് പെട്ടു. അന്ന് ഞാൻ ഉറപ്പിച്ചു, ഇയാൾ എന്റെ പെണ്ണെന്ന്. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ? ഞാൻ ദേവിയെ കാണാൻ വന്നേ. ഞാനും കാർത്തുവും ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ദേവിയാ. നമ്മുടെ പ്രാർത്ഥന, അതിൽ ആത്മാർത്ഥത. ദേവി കാണട്ടെ, എന്നിട്ടൊരു തീരുമാനം എടുക്കട്ടെ. ഞാനൊരു പക്ഷേ ഈ സ്ഥലത്തുനിന്ന് മാറിപ്പോയേക്കാം. എത്ര ദൂരേക്ക് പോയാലും എന്റെ മനസ്സിവിടെ വെച്ചിട്ടാ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ മടങ്ങി വരും ഇതേ ചോദ്യം ആവർത്തിക്കാൻ. എന്റെ കാത്തിരിപ്പ് അവസാനിച്ചു എന്നറിയാൻ. എനിക്ക് വിവാഹം എന്ന് കേൾക്കുന്നതേ ഇപ്പൊ ഭയവാ. ആദ്യമായിട്ട് സ്നേഹിച്ചാളെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല. ഉണ്ണിയെ കാർത്തു ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ?
പിന്നെ ദേവി സാറ് പറയുന്നത് പോലെ മറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഞാൻ ഈ തീരുമാനം മാറ്റിയേക്കാം. എന്റെ ഉള്ളില് സാറിനോടൊരു ഇഷ്ടമുണ്ട്. എന്നാ ഭാര്യയാവാൻ പേടിയാ. ഞാൻ ഇറങ്ങാം അമ്മേ. എല്ലാം കഴിച്ചിട്ടാണോ മോനെ പോകുന്നത്? എനിക്കൊന്നും വേണ്ട. അയ്യോ, ഒന്നും കഴിക്കാതെ പോവാണോ? ഹോസ്പിറ്റലിലെ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. എന്താ നിനക്ക് പറ്റിയത്? ഞാൻ ഏട്ടനെ ഒന്നും പറയുന്നില്ല അമ്മേ. അമ്മ പറഞ്ഞ ശരിയാ. വീടിനകത്തുള്ള പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിൽ ഓരോരോ ആപത്തുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ണേട്ടൻ ജയിലിൽ കിടക്കുന്നതിന് ഇവിടെ പലർക്കും ഒരു സങ്കടവുമില്ല. പിന്നെ പുറമെ അത് കാട്ടുന്നു മാത്രം. സംസാരം കേട്ടോ? വിജിത പഴയ പോലെ ഇവിളെയും പവിത്രടത്തെയും വേദനിപ്പിക്കുന്നില്ല. പരമാവധി സഹായിക്കാനാ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലോക്കറിലിരിക്കുന്ന സ്വർണ്ണം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത് വിവാഹത്തിന്. എന്നിട്ട് പോകാത്തത് ഇവളല്ലേ? പോകത്തില്ലടാ. ഒരുത്തി പപ്പന്റെ പിന്നാലെ, ഇവിടെ നിന്നെ മനസ്സിലിട്ടോണ്ട് ഇവിടെ. അമ്മ എങ്ങനെ പറയുമ്പോഴും ആ പറച്ചിലൊരു സത്യമില്ലെന്ന് ഉണ്ണിയേട്ടനറിയാം. ഞാൻ ഒരിക്കലും ഉണ്ണിയേട്ടനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഇഷ്ടം ഉള്ളിൽ വെച്ചോണ്ട് ഉണ്ണിയേട്ടന്റെ പിന്നാലെ പോയിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചായിരിക്കും. കാണുന്നില്ലെന്ന് ഇനി പപ്പനും പവിത്രയും തമ്മിൽ നല്ല ലോഹ്യത്തില. അതുകൊണ്ട് ഇനി കണ്ണം വന്നില്ലെങ്കിലും അവക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണേട്ടനൊപ്പം ജീവിച്ച പവിത്രയെടുത്തി ഇനി ഏത് സുന്ദരം വന്നാലും കണ്ണേട്ടനെ മറന്നിട്ട് പോവില്ല. എന്നാ അങ്ങനെ പോകുന്നവരുണ്ടാവും. അതേപ്പറ്റിയൊന്നും അമ്മ കൂടുതൽ പറയിക്കണ്ട. നീ വിജിതമോളുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെ ആക്ഷേപിക്കാൻ ശ്രമിച്ച നിന്റെ അകത്തുള്ളവളുടെ സ്വഭാവം എന്റെ വിജിതമോളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ദേ പുഴയില് നല്ല ഒഴുക്ക. കഴുത്തിന് പിടിച്ച് ഞെക്കിയിട്ട് കൊണ്ടുപോയി തള്ളും ഈ വീടിന്റെ ശനിയായിട്ടുള്ള നിന്നെ. കാലത്തെ പരിചയം പോലെ പ്രായം 10-30 കഴിഞ്ഞുന്ന് പപ്പേട്ടനോട് പറഞ്ഞു. മോളെ കണ്ടതുകൊണ്ടാ മറ്റെവിടേക്കും പെണ്ണ് കാണാൻ പോവാത്തത്. കാഴ്ചക്ക് നല്ല കരുത്തുള്ള ആളാണ്. അതോടൊപ്പം തന്നെ മനസ്സിനും. കാർത്തൂന് മറ്റൊരു കണ്ണേട്ട്. അങ്ങനെ കാണാം അദ്ദേഹത്തെ. എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല അടുത്തി. പിന്നെ കണ്ണേട്ടിന് സംഭവിച്ചതുപോലെ എന്തെങ്കിലും അത്യാഹിത അരുൺ സാറിനും വന്നാ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അയാള് തന്നെ മോളുടെ കഴുത്തിൽ താലിയും കിട്ടും. കണ്ണേട്ടിനെ പോലെ തന്നെ മണ്ണിനെയും മനുഷ്യനെയൊക്കെ അടുത്തറിയാവുന്ന ആളാ. സ്നേഹിക്കുന്ന ആളാ. അങ്ങനെ ഒരാളെ കിട്ടുന്നത് ഭാഗ്യമാ. ഇത്രയും നാളത്തെ മോളുടെ പ്രാർത്ഥനയുടെ ഫലവും. ഉണ്ണിക്കല്ല മോളുടെ ഒപ്പം ജീവിക്കാൻ യോഗ്യത അരുൺ സാറിനാ. എത്തിക്കും എന്റെ മോനെ. നീയാടാ എന്റെ ഭാഗ്യം. എന്റെ ഭാഗ്യക്കേട് എന്റെ കെട്ടിയോളും പിന്നെ എന്റെ മോളും. നീ ഇവിടെ കിടക്കുക. ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ അവധി കൊടുത്തു. ഇഷ്ടം പോലെ പൊന്നും പണവും കിട്ടിയില്ലേ? ഒരാശുപത്രി.
എന്നാ കെട്ടിക്കൊണ്ട് വന്നവൾക്ക് ഉണ്ണിയേട്ടനോട് ആത്മാർത്ഥതയുണ്ടോ നോക്കിയിട്ടുണ്ടോ? അവൾ ഉണ്ണിയേട്ടനെ ശ്രദ്ധിക്കുന്നുണ്ടോ? വേണ്ട മോളെ, എന്താ വേണ്ടാത്തത്? പിന്നെ ഏട്ടത്തിയെ പറഞ്ഞ എനിക്ക് നോവില്ലേ? സ്വന്തം സ്വഭാവം ഞങ്ങളുടെയൊക്കെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക വിജിത. നിർത്തലി, നിന്റെ ഭാവിയെ പറ്റി പോലും അവൾക്ക് ആകാംക്ഷയുണ്ട്. നിന്നെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് വിടണമെന്നുണ്ട്. ഒന്നിനും താല്പര്യം കാട്ടാതെ എന്നിട്ട് അവളെ പഠിച്ചോണ്ട് നടക്കോ? ഉണ്ണി, കണ്ണേട്ടനെ പോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട. ഏടത്തി കണ്ണേട്ടന്റെ മുഖം മറന്ന് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ചെയ്യാതിരുന്നാ മതി. ഒരു ദിവസം നിനക്കൊപ്പം വിജിത കണ്ണേട്ടനെ ജയിലിൽ പോയി കണ്ടു. ഇനി അത് ആവർത്തിക്കരുത്. അവളെ ഇനി എന്റെ കണ്ണേട്ടന് മുന്നിൽ കൊണ്ട് നിർത്തരുത്. എടാ മോനെ, നിന്റെ ആശുപത്രിയിലെ ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ടോടാ? എങ്കിൽ ഇവളുമാരുടെ കൈയും കാലും കൂടി കൂട്ടിക്കെട്ടിയിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടിടണം. ഇത് ചികിത്സിക്കേണ്ട രോഗമാ. നിരാശ അസൂയയും കൂടെ കൂടി രണ്ടിന്റെ സമതല തെറ്റി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അയ്യോ പമ്പ, ദേ മോള് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ വേദന മാറുമോടി. ആര് പപ്പ തല്ലിയത്? തല്ലിയതൊന്നും അല്ല മോളെ, കുടിച്ചിട്ട് വന്ന് വീണതാ. ലക്ക് കേട്ടാണ് വന്നതെങ്കിലും നടന്നത് എന്താന്ന് എനിക്കറിയാം. സംശയം വേണ്ട, ഇടിക്കാൻ അറിയുന്നവർ തന്നെ അടിച്ചിരിക്കണം. പുറമെ പ്രശ്നമൊന്നുമില്ല, അകത്താണ് അറിയുന്നതെങ്കിലോ. പിന്നെ അവൻ എനിക്കൊരു ഇഞ്ചക്ഷൻ തരും, ഒരിക്കലും ഉണരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ? അത്രയ്ക്ക് സ്നേഹമാണോ എന്റെ മരുമോൻ എന്നോട്? ഓ, മതി മതി മതി, ഇങ്ങനെ പോയാ പറ്റില്ല. മതി, ഇത് മതി. ഒന്ന് അടങ്ങി കിടക്കും മനുഷ്യ, അല്ലെങ്കിൽ തന്നെ ശരീരം ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞ് ചോര വന്നാ മതി. കരച്ചിലോട് കരച്ചില്ല. എടേ ദ്രോഹി, ഇന്നലെ എന്റെ ദേഹത്ത് വന്ന് വീണത് കൈയല്ല, ഒലക്കയാ, ഒലക്ക. അവനാകാനേ വഴിയുള്ളൂ. ആ കൃഷി ഓഫീസ് ഇത്രയും എന്നെ നോവിച്ചതുപോലെ. പെട്ടെന്ന് ഇന്ന് നോക്ക്, ബാക്കി കൂടെ തരാൻ ആരെങ്കിലും വന്നതാണെങ്കിലോ? ചിലപ്പോ ഉണ്ണേട്ടനായിരിക്കും. എടേ മോളെ, അവനെ പരമാവധി ഇങ്ങോട്ട് വരുത്തല്ലേ മോളെ. ആ സമയത്ത് വേറൊരുത്തനും കൂടെ വന്നാലേ പിന്നെ എന്നെ ചക്കലിട്ടാട്ടും. കാലെ പിടിച്ച് രണ്ടായിട്ട് കീറുന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ചിലപ്പോ കാണാനുള്ള ഭാഗ്യം നിനക്കൊണ്ടായെന്ന് വരും. കൊല്ലാതടോ വൈദ്യരേ. മോന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് മോനെ എല്ലാവരും നല്ലവരാ. ഈ കാർത്തൂന് പറഞ്ഞു വെച്ചതാ ഉണ്ണിയെ ജയിലിൽ കിടക്കുന്ന കണ്ണൻ. എന്നിട്ട് ഉണ്ണി അവളെ കെട്ടിയോ? അവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാ മോനെ. എന്നിട്ടാണോ നിങ്ങളൊക്കെ കാർത്തൂനെ അരുൺ സാറ് കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്? അത് പിന്നെ അരുൺ സാറിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങള്. ഇഷ്ടപ്പെട്ടവർ ഒന്നിക്കട്ടെ. ഏതായാലും അരുൺ സാറിനെ പോലെ ഒരാള് കുഴിയിൽ ചെന്ന് വീഴില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. സമയദോഷം വരുമ്പം കൂട്ടുകാരും അങ്ങനെ ചിന്തിക്കും. ഇപ്പൊ അരുൺ സാറിന് മോശ സമയാ, പിന്നെ അനുഭവിക്കട്ടെ. വിജിത എവിടെ? അവള് പപ്പയുടെ അടുത്ത് തന്നെ ഉണ്ട്. എന്തൊരു സുഖം. അയ്യോ, എടാ മോനെ, പഞ്ഞി കിട്ടടാ മോനെ, എന്നെ പഞ്ഞി കിട്ടു. ആരാ അങ്കിളെ ഈ ചതി ചെയ്ത്? ദീപേട്ടന്റെ കൂട്ടുകാരനാണെന്നാ പപ്പ പറയുന്നത്. അരുൺ സാറ്. അയ്യോ അങ്കിളെ,
ചെറുതായിട്ടൊന്ന് ഞൊട്ടയിട്ടതല്ലേ ഉള്ളൂ. കൊച്ചു കുട്ടികളെ പോലെ മോൻ തടവി. മതി മതി മതി. ദീപു മോനെ, ഇപ്പൊ എനിക്ക് നല്ല കാലം അല്ലടാ മോനെ. അടി വരുന്ന വഴി പോലും അറിയത്തില്ല. ഈ അടിച്ചവന്റെ മുഖമോ മറ്റോ കണ്ടായിരുന്നോ? ലുങ്കി കൊണ്ട് എന്റെ മുഖം മൂടിയിട്ടല്ലേ അവൻ എന്നെ തല്ലിയത്. മോനെ, കൊല്ലാനല്ല, ചതയ്ക്കാൻ തന്നെ അവൻ എന്നെ തല്ലിയത്. ചതയുകയും ചെയ്തു. രാത്രി 10 മണിയാവുമ്പോ ഞാൻ കിടക്കുമല്ലോ. ഇത് 11-11:30 തല്ലുകൊണ്ടപ്പോ. ഇടയ്ക്കെന്തോ സ്വപ്നം കണ്ട ഞാൻ ചാടി എഴുന്നേറ്റത്. ക്ലോക്കിൽ നോക്കിയപ്പോ സമയം 1:30. ഇത്ര നേരമായിട്ട് ഈ മനുഷ്യൻ എവിടെ പോയെന്ന് വിചാരിച്ച് ഫോണിൽ വിളിച്ചപ്പോ ഫോൺ പുറത്ത് കിടന്ന് അടിക്കുന്ന പോലെ തോന്നി. വാതില് തുറന്നപ്പോഴേ മുൻവശത്ത് തന്നെ കിടക്കുക ബോധമില്ലാതെ ആള്. പിന്നെ വല്ല വിധേനെ അകത്ത് കൊണ്ടുപോയി കിടത്തി. കുടിച്ചത് കൊണ്ട് ബോധം കെട്ട് ഉറങ്ങുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോഴാ ഞാൻ സംഭവം അറിയുന്നത്. ഉണ്ണി വരുന്നു മോളെ. ഒന്നും പറയാൻ പറ്റില്ല മോനെ, അതുപോലത്തെ വൈദ്യരാ. മൂക്കത്ത ദേഷ്യം. എന്നാ ശരി. അല്ല, ഈ ബുള്ളറ്റിലാരാ വന്നേ? അയ്യോ, അതാ വിശ്വനങ്കിളാ. ബുള്ളറ്റിൽ വരുന്നത് അങ്കിളാന്നറിയാലോ. അങ്ങേരെ മാമനെ കാണാൻ അനുവദിച്ചോ? അത് അങ്ങേര് പരികർമ്മിയാ. പരികർമ്മിയോ? ആ, സഹായി വൈദ്യരുടെ. വേണമെങ്കിൽ ഉച്ചയൂണ് മോനെ അങ്ങോട്ട് കൊടുത്തുവിടാ. വേണ്ട. വീണത് കരണനാണെങ്കിൽ തല്ലിയത് നിന്റെ കാമുകൻ തന്നെയാ. അതേടി, അവൻ ഗുണ്ടയാ. അവനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവനത് തെളിയിക്കുകയും ചെയ്തു. അരുൺ സാർ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അരുൺ സാറ് നീ ആയിരിക്കും അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. എന്നാ പിന്നെ കൊല്ലാൻ പറഞ്ഞുകൂടായിരുന്നോടി? അതോടെ ശല്യം നിർന്നേനല്ലോ. അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളില് എന്നെ പ്രതിയാക്കരുതമ്മേ. കരുണമാമയ്ക്ക് തല്ല് കിട്ടിയെങ്കിൽ അത് കരുണമാമയുടെ കയ്യിലിരിപ്പോണ്ട് തന്നെ. ഒന്നൂടെ പറഞ്ഞേടി. എന്റെ കണ്ണേട്ടിനുൾപ്പെടെ പലരെയും ദ്രോഹിച്ചതിന്റെ ഫലവാ ഇപ്പൊ കരുണമാമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എടി, നിന്നെ പോലെ അപശകുനം പിടിച്ച ഒരു പെണ്ണ് ഈ വീട്ടിൽ കയറി കുറ്റിയടിച്ചതാ കണ്ണൻ ജയിലിൽ പോയത്, അല്ലാതെ കരുണനല്ല. അടിക്കുന്നുണ്ട്. അത് പപ്പനാണോ പരമനാണോ ആർക്കറിയാ? അതൊക്കെ അറിയേണ്ടവർക്ക് അറിയാം അമ്മേ. ആരാ ഈ അറിയാവുന്നവരെ? നീ ആരെയാ ഉദ്ദേശിക്കുന്നെ? അമ്മ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്തവരെ വെറുതെ വേദനിപ്പിക്കുവോ? ഓണത്തിന്റെ പിറ്റേ ദിവസം നീയും മറ്റവളും ഇവിടുന്ന് പോകേണ്ടതാ. അങ്ങനെ പോയിരുന്നെങ്കിലേ ഇവിടെയുള്ളവർക്ക് ഒരു സമാധാനം കിട്ടിയേനെ. എന്നാലും സമാധാനം കിട്ടില്ലമ്മേ. ഞങ്ങള് പോയാലും ഈ വീടിനകത്ത് കയറിയ മരുമകളുടെ സ്വഭാവം നന്നായാലേ അമ്മ പറയുന്ന സമാധാനം എല്ലാവർക്കും കിട്ടും. അവള് ഞങ്ങളെ എവിടെ നിർത്തിയതേ അവളുടെ സൗജന്യമൊന്നുമല്ല, അവളുടെ നല്ല മനസ്സും അല്ല. അതിന്റെ കാരണം വേറെയാ. അത് അവൾക്കറിയാം. ഉണ്ണിയേട്ടൻ മാറിയത് ഈ അടുത്ത സമയത്താ. എന്റെ ഉള്ളിൽ അതിനു മുമ്പ് കണ്ണേട്ടനും ഉണ്ണിയേട്ടനും ഒക്കെ ഒത്തുള്ള ജീവിതമുണ്ട്. എന്നെ സ്കൂളിലൊക്കെ കയ്യും പിടിച്ചോണ്ട് പോയത് ഉണ്ണിയേട്ടനാ. അന്നൊക്കെ നല്ല കൂട്ടായിരുന്നു, അടിയും വഴക്കം ഒന്നും ഇല്ലാതെ. അതൊക്കെ നല്ല ഓർമ്മകളാ. പിന്നെ എവിടെ മുതലാ ഉണ്ണിയെ വെറുത്തു തുടങ്ങിയത്? ചെറിയ തോതിൽ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്ത്? ഏയ്, ഒന്നുമില്ല. നമ്മള് ദീപനെ പറ്റിയും വിജിതയെ പറ്റിയും ഉണ്ണിയെ പറ്റിയൊക്കെ സംസാരിച്ചു. എന്നാൽ നമ്മള് നമ്മുടെ കാര്യത്തെ പറ്റി സംസാരിച്ചില്ല. അതേപറ്റിയെല്ലാം പറഞ്ഞതാണല്ലോ. തൂമ്പയെടുത്ത് പാടത്തും പറമ്പത്ത് ഇറങ്ങുന്നതാ. ഞാനും നല്ലൊരു കർഷകനാണ്. നാളെ മണ്ണിനെ സ്നേഹിക്കുന്നവന്റെ കാലമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. പറഞ്ഞ് തനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് വന്നെങ്കിൽ സോറി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റുന്നില്ലടോ. ഒരാളെ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അയാൾ മനസ്സിൽ തന്നെ കിടക്കട്ടെ. അത് കണ്ട് രസിക്കുക. ഈ തല്ലിന്റെ രീതി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു.
എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. പോയാ മതി, വരണ്ട. പോട്ടേടി. ഡീഡി, ചെന്ന് അവൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കേ. അതനുസരിച്ച് വേണം നിന്റെ കെട്ടിയോനെ ഇങ്ങോട്ട് വരുത്തുന്നെങ്കിൽ വരുത്താൻ. ചെല്ലടി നോക്കി നിൽക്കാതെ, ചെല്ലണം അങ്ങോട്ട്. ഇല്ല സാറേ, നിന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ശരീരത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്നാ ഒരുത്തിരി രക്തം വാർന്നെടുത്തത്. ദീപന്റെ സംസാരം ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ദീപ. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷെ ഞങ്ങളുടെ വാക്കുകൂടി നീ കേൾക്കണം. എന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് കാർത്തൂനെ പോലെ ഒരു പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞെന്ന് എന്റെ വിശ്വാസം. നാളെ ഞങ്ങൾ ഒന്നിക്കുവാണെങ്കിൽ അതിന്റെ കാരണം അത് തന്നെയായിരിക്കും. അതുപോലെ തന്നിലുള്ള നന്മ തനിക്കായി നല്ലൊരു ജീവിതം കരുതി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നീ കുറച്ച് കാത്തിരിക്കണം. സീസൺ മാറുന്നതനുസരിച്ച് ഓരോരോ പെൺകുട്ടികളോട് സ്നേഹം തോന്നുന്നു. എന്റെ വാക്ക് സത്യ സാറേ. കൊലക്കുറ്റം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോയതല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അത് കഴിഞ്ഞുപോയ നിമിഷങ്ങളാണ്. ആ സ്റ്റുഡിയോയിൽ വെച്ച് അവളുടെ വിവാഹ ഫോട്ടോ കണ്ട ശേഷം ശരിക്കു പറഞ്ഞ സമനില തെറ്റിപ്പോയി. ആ ഷോക്കിൽ നിന്ന് മുക്തനാവാൻ സമയമെടുക്കും. അതിനിടയ്ക്ക് എന്തൊക്കെ ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി നീ ഒന്ന് തടവടി. ഞാൻ തടവിയ ശരിയാവില്ല അമ്മേ. എന്റെ കൈ കഴിക്കുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. മനസ്സിലായി മനസ്സിലായി. ഒന്ന് കിടപ്പിലായാൽ അതോടെ എല്ലാവരുടെയും സ്വഭാവം തിരിച്ചറിയാൻ പറ്റും. ഇതിനെല്ലാം കാരണം ഒരുത്തൻ ജയിലിൽ കിടന്ന് പ്രാകുന്നതാ. അവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെയെങ്കിലും ഒരു ജോലി വേണ്ടേ? അയാള് മാത്രമല്ല, അയാളുടെ കെട്ടിയോളും വളർത്തുമോളും ഒക്കെ നമ്മളെ പ്രാഗി കൊല്ലുക. ഈ ദീപനെ എങ്ങനെയെങ്കിലും ഒന്ന് നിലക്ക് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ഒക്ടോബർ 25 3 കയറൂടെ വാങ്ങിച്ചു വെക്കുക. അതേ ഇനിയിപ്പൊ നടക്കൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം. 1-2 തവണ ഇങ്ങനെ ചെയ്യുമ്പോ ഒക്കെ ശരിയാവും. ചത്തു കഴിഞ്ഞാ പിന്നെ എല്ലാം ഓക്കെ ആടാ. ദീപം വരുമ്പോ ഭർത്താവിനെ ഇങ്ങോട്ട് വിളിക്കണ്ട. അതുപോലെ തന്നെ മറിച്ചും. താലി കെട്ടിയിട്ട് താലിയിടാതെ നടക്കുന്ന നാണം കെട്ടവള്. കരുണ, കള്ളക്കരുണ, ഞാൻ പോയിട്ട് വരാം. പോയാ മതി, വരണ്ട. കൈ ഒന്ന് നേരെയായി വന്നതാ, ഇപ്പൊ പഴയ പോലെ തന്നെയായി. ഓ, ഹേവന്മാരുടെ മുഖം ഓർത്തിട്ട് എനിക്ക് ഭക്ഷണവും ഇറങ്ങുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. എവള് പറഞ്ഞത് ശരിയാ മോളെ. മോൾ അമ്മയാകാൻ പോകുന്നുള്ള വാർത്ത കേൾക്കാനുള്ള സമയം കഴിഞ്ഞു. നമ്മുടെ ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ഡോക്ടർ നിർമ്മലയെ കാണണം. പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കണം. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഉണ്ണിയെ അറിയിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഒന്നുകൂടെ ഒന്ന് തിരുമിത്ത. ഒന്ന് ആടി. ഇരുട്ടടിയല്ല, വെളിച്ചത്ത് തന്നെ നേരെ വന്ന് തല്ലു ഒരാള്. അതിനുള്ള കാരണം നീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇല്ലാത്ത സ്വഭാവം എന്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നീ പരിശുദ്ധിയാവാൻ ശ്രമിക്കുമ്പോ ഒന്നോർക്കണം, തെറ്റൽ മുങ്ങിയ നിന്റെ ജീവിതമൊന്ന്. അരുൺ സാറിനെ ഞാൻ മനഃപൂർവ്വം കാണാൻ പോകുന്നതല്ല. ഇനി കണ്ടാൽ തന്നെ എനിക്കൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. അദ്ദേഹമൊക്കെ എന്റെ കണ്ണേട്ടന്റെ ഗണത്തിൽപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ട് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും മുന്നോട്ട് ചെല്ലാം. എന്നാ ഈ വീട് അത്ര പോലും സുരക്ഷിതമല്ല. എന്നാ സ്വന്തം അമ്മയ്ക്ക് പോലും ഇപ്പൊ മകനെ വേണ്ട. ദീപനെ ഉപദേശിക്കാൻ പറ്റും. എന്നാ അവന്റെ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ വിജിത ഇപ്പൊ തവിട് പൊടിയായനെ. നാം വായിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, തന്റെ കണ്ണേട്ടനെ പോലെ ഞാനും ഹൃദയം പറിച്ചു കൊടുക്കും.
ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്. എന്നാ മനഃപൂർവ്വം അത് ചൂഴ്ന്നെടുക്കാൻ ശ്രമിക്കുന്നവരെ പിന്നെ വെച്ചേക്കില്ല. നാളെ തീരുന്ന ജീവിതമല്ലേ കാർത്തു. അവിടെ പിന്നെ ഇനിയുള്ള കുറച്ചു കാലമെങ്കിലും പരസ്പരം സ്നേഹത്തോടെ മനസ്സിലാക്കി ജീവിച്ചൂടെ ഇവൾമാർക്കൊക്കെ? എല്ലാവരും നന്നായാ പിന്നെ ദൈവങ്ങൾക്ക് പോലും ജോലിയില്ലാതെ ആവുമല്ലോ. ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുമെന്ന് നോക്കാം. മാറിയില്ലെങ്കിൽ അതും അറിയിക്കാം. ശരി ഡോക്ടർ. ഉണ്ണിയേട്ടനൊരു ഡോക്ടർ ആയതുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേക്കാം. എന്നാ മനഃപൂർവ്വം ഉണ്ണിയേട്ടനോടൊന്നും പറയണ്ട. ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നെപ്പോലൊരു ഗൈനക്കോളജിസ്റ്റ് മറച്ചു വെച്ചാലും ഉണ്ണി അത് അറിയണമെന്നില്ല. ഞാൻ പറയുന്നത് തന്നെയായിരിക്കും അയാൾ കണക്കിലെടുക്കുന്നത്. ഏതായാലും ചെക്കപ്പൊക്കെ കഴിയട്ടെ, എന്നിട്ട് തന്നെ വിളിച്ചാ മതി. നമുക്ക് കാണാം. ശരി ചേച്ചി. ശരി. ഓരോന്ന് പറയുവാ. ഞാൻ ആരും കേൾക്കെ ഒന്നും പറയുന്നില്ല. പറയുന്നത് പറയേണ്ട ആളോട് മാത്ര. ഇപ്പോ കാർത്തൂന് അമ്പലത്തിലേക്ക് പോകാൻ പഴയതിനേക്കാൾ ഉത്സാഹമൊക്കെയാണ്. എന്നുവെച്ചാ ചെറിയ തോതിലെങ്കിലും അരുൺ സാറ് കാർത്തൂന്റെ മനസ്സിലെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കള്ളം പറയാത്ത കൂട്ടത്തിലാ കാർത്തു. ആ സ്വഭാവത്തിന് മാറ്റം വന്നോ? ഏടത്തി പറയുന്നത് ശരി വെക്കണം. അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. മോൾ അരുൺ സാറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും.